Hello friends, welcome to my channel. ഇന്ന് നമ്മൾ ചപ്പാത്തി സീരീസിൽ ഉണ്ടാക്കാൻ പോകുന്നതാണ് പൊറോട്ട. അതാണ് ബീട്രൂട്ട് പൊറോട്ട. കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി പൊറോട്ട. ഇത് നമുക്ക് തൈരിൻ്റെ റായ്ത്ത ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഡിന്നർ ആയിട്ട് ഉണ്ടാക്കുന്ന ഒത്തിരി ഈസി ആയിട്ട് ഒരു പെർഫെക്റ്റ് ഐറ്റമാണ്. ഇനി നമുക്ക് ആട്ട കുഴച്ച് അത് ഫസ്റ്റ് അതിൻ്റെ ഒരു ബോൾ ഉണ്ടാക്കി ഇങ്ങനെ എടുക്കാം. ആട്ട പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കുഴക്കുന്നത് നമ്മൾ ലാസ്റ്റ് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കാണണമെങ്കിൽ തിരിച്ച് ഇതേ ഈ മേലെ കാണുന്ന ഐ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ഇനി നമ്മൾ ആട്ടിൽ മുക്കിയിട്ട് ഇത് ഇങ്ങനെ പരത്തി എടുക്കാം. നല്ലപോലെ 4 സൈഡിലും നല്ല കറക്റ്റായിട്ട് പരത്തി എടുക്കണം. ഒത്തിരി തിന്നാക്കരുത്, ഇച്ചിരി തിക്ക് വേണം. നമ്മൾക്കിത് സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കുന്ന പൊറോട്ടയല്ല, അപ്പോൾ ഇച്ചിരി തിക്ക് വേണം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുക്കാം. മുളക് നമുക്ക് എത്ര എരിവ് വേണം ആ രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി, കുറയോ കൂടുതൽ ചെയ്യാം. ഇച്ചിരി ഉപ്പും ഒരു ഇച്ചിരി ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്, വറുത്തരച്ച് ജീരകപ്പൊടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി അതിൽ എണ്ണ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അത് എല്ലാ സൈഡിലും ആ ചപ്പാത്തിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. നല്ലപോലെ ചപ്പാത്തിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബീട്രൂട്ട് എടുക്കണം. ബീട്രൂട്ട് നല്ലപോലെ നെക്കി ഈ വെള്ളം പിഴിഞ്ഞിട്ട് എടുക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ആട്ട നല്ലപോലെ പൊറോട്ട ആവില്ല. പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് അതിങ്ങനെ 4 സൈഡിൽ നല്ലപോലെ ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഈ ചപ്പാത്തിക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ലാസ്റ്റ് ഫോൾഡിങ്ങിനെ ക്ലോസ് ചെയ്യും. ഞാൻ തിരിച്ച് കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പതിയെ റൗണ്ട് ആക്കണം. ലാസ്റ്റ് ഫോൾഡിങ്ങിനെ ക്ലോസ് ചെയ്തെടുക്കണം. ഇത് പിന്നെ റൗണ്ടായി. ഇനിയിപ്പോൾ നമുക്ക് ഇത് ആട്ടയിൽ മുക്കി പരത്തണം. അത് നമ്മൾക്ക് ഇച്ചിരി സോഫ്റ്റായിട്ട്, ഒത്തിരി ഹാർഡായിട്ട് ചെയ്യരുത്, അത് പൊട്ടിപ്പോവും. നല്ല സോഫ്റ്റായിട്ട് പതിയെ ചെയ്ത് അത് റൗണ്ടാക്കി എടുക്കണം. അപ്പോൾ ഇത്ര സൈസായി അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി. ഇച്ചിരി കൂടി ആട്ടയിട്ട് വേണമെങ്കിൽ പതിയെ ഇത് തിരിച്ചു മറിച്ചു ഇടരുത് കേട്ടോ, ഒരേ സൈഡിൽ തന്നെ ഇങ്ങനെ പരത്തി എടുക്കാവുള്ളൂ. ഈ പൊറോട്ട നമ്മൾ തവയിലോട്ട് ഇടാം. നമ്മൾ പറഞ്ഞ പോലെ 2 മിനിറ്റ് അത് വെന്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞ് എണ്ണ എടുത്ത് അല്ലെങ്കിൽ നെയ്യ് എന്ത് വേണമെങ്കിലും എടുത്തിട്ട് അത് മേലെ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. 1 സ്പൂൺ എണ്ണ നമ്മളിങ്ങനെ മേലെ ഇടുക. പിന്നെ അത് ഫ്ലിപ്പ് ചെയ്യുക. രണ്ടാമത്തെ സൈഡ് ഇച്ചിരി എണ്ണ ഇട്ട് കൊടുക്കുക. നല്ല മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ഫ്രൈ ആവും, അതുവരെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. 2 സൈഡിൽ നിന്ന് നല്ല പോലെ ക്രിസ്പി ആക്കി എടുക്കുക. ദാറ്റ്സ് ഓൾ. നമ്മൾ ഈസി ആയിട്ട് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടി നമുക്ക് വേറെ ഒന്നും വേണ്ട. കുറച്ച് തൈര് വേണമെങ്കിൽ തൈര് ഒരു ഇട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് മുളകിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഉപ്പിട്ട് തൈര് എടുത്താലും കുഴപ്പം. ഇത് അച്ചാറിൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ പിള്ളേരാണെങ്കിൽ അവർ സോസിൻ്റെയും കഴിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം.